ഇപ്പോൾ ഹൈദരാബാദ് ഹൗസിലെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ पुटिനുമുള്ള സംയുക്ത പ്രസ്താവന നടക്കുകയാണ്. അതിലേക്ക് एक्सेलेंसी, यूक्रेन के संकट के बाद हमारी लगातार चर्चा होती रही है। आपने भी समय समय पर एक सच्चे मित्र के रूप में हमें सभी चीजों से अवगत कराया है। मैं समझता हूं कि विश्वास बहुत बड़ी ताकत है और आपको मैंने अनेक बार इस विषय की चर्चा भी की है और विश्व समक्ष भी मैंने रखा है। विश्व का कल्याण शांति के मार्ग पर ही है। हम सबको मिलकर के शांति के रास्ते तलाशने चाहिए और पिछले दिनों जो प्रयास चल रहे हैं, मुझे पूरा विश्वास है कि विश्व फिर से एक बार शांति की दिशा में लौटेगा। एक्सेलेंसी, पिछले दिनों विश्व समुदाय के सभी नेताओं से जब भी मेरी बात हुई और उन्होंने जब विस्तार से मेरे चर्चा की, मैंने हमेशा कहा है कि भारत न्यूट्रल नहीं है, भारत का पक्ष है और वो पक्ष शांति का है। हम शांति के हर प्रयासों का समर्थन करते हैं और हम शांति के हर प्रयासों के साथ कंधे से कंधा मिला करके खड़े हैं। पूरे विश्व ने कोविड से लेकर के अब तक कई संकटों से गुजरा है। हम आशा करते हैं कि बहुत ही जल्द विश्व को चिंताओं से मुक्ति मिलेगी और एक सही दिशा में प्रगति के राह पर विश्व समुदाय को एक नई आशा पैदा होगी। एक्सेलेंसी, मुझे पूरा भरोसा है कि आज दिन भर हम अनेक विषयों पर चर्चा करने वाले हैं। भारत और रशिया के आर्थिक संबंधों का अधिक विस्तार हो, हम नई नई ऊंचाइयों को प्राप्त करें, ऐसे बहुत ही आशावादी आउटकम के साथ हम हमारी इस मीटिंग को आगे बढ़ाएंगे, ये मेरा पूरा विश्वास है। माय फ्रेंड, मैं फिर से एक बार आपका फिर से बहुत बहुत स्वागत करता हूं। ഓക്കെ. ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച തുടരുകയാണ്. അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഈ ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം ഒരു സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ ഇനിയും നടത്തുന്നുണ്ടോ? സ്വാഭാവികമായും ഒരു സംയുക്ത പ്രസ്താവന ഈ ഉച്ചകോടിക്ക് ശേഷം ഉണ്ടാകും. കാരണം ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള വ്യാപാര, വാണിജ്യ, ഊർജ, പ്രതിരോധ മേഖലയിലെ കരാറുകൾ, അതുമായി ബന്ധപ്പെട്ട സഹകരണം, അത് ഏത് തരത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അക്കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ന് ഉച്ചവിരുന്ന് ഒരുക്കിയിട്ടുണ്ട് പുടിനും അദ്ദേഹത്തിനൊപ്പമുള്ള സംഘത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിനാൽ ഉച്ചവിരുന്നടക്കമുള്ളവ ഇനി തുടർന്നുള്ള മണിക്കൂറുകളിൽ നടക്കും. അതിനു മുന്നോടിയായി ഈ പ്രതിരോധ മേഖലയിലെ കരാറുകളിലടക്കമായിരിക്കും ഇനി ചർച്ചകൾ ആദ്യഘട്ടത്തിൽ നടക്കാൻ പോകുന്നത്. S-400 ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ റഷ്യയിൽ നിന്നും കൂടുതലായി വാങ്ങാൻ ഈ ഉച്ചകോടിക്കിടെ ധാരണയുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ആരോഗ്യ മേഖലയിൽ സഹകരണത്തിന് തീരുമാനമുണ്ടാകും. വ്യാപാര വാണിജ്യ മേഖലയിൽ കൂടുതൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും. ഊർജ മേഖലയിൽ റഷ്യൻ എണ്ണ നമ്മൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടുതൽ ശക്തമാക്കുന്ന നടപടികൾ ഈ ഉച്ചകോടിക്കിടെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. റഷ്യൻ സംഘത്തിൽ അവിടുത്തെ ക്യാബിനറ്റ് മന്ത്രിമാർ, അതോടൊപ്പം അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തുനിന്നും മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാർ എല്ലാവരും തന്നെ സന്നിഹിതരായിട്ടുണ്ട് ഇന്നത്തെ ഈ പരിപാടിയിൽ. NSA അജിത് ഡോവൽ അടക്കമുള്ളവർ ഈ പരിപാടിക്ക് ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം പടിഞ്ഞാറൻ രാജ്യങ്ങളും USA ഉൾപ്പെടെയുള്ളവയും ശക്തമായ ഉപരോധം റഷ്യക്കെതിരെ ഏർപ്പെടുത്തുമ്പോഴാണ് പുടിന്റെ ഈ സന്ദർശനവും ഇന്ത്യയുടെ ഈ ഊഷ്മളമായ സ്വീകരണവും ഈ വിവിധ കരാറുകളിൽ ഒപ്പിടാൻ പോകുന്നതും. ഒരു പക്ഷേ അമേരിക്കൻ തെട്ടൂരത്തിന് മുന്നിൽ ഇന്ത്യ നട്ടെല്ലുയർത്തി നിൽക്കുന്ന കാഴ്ചയാണ് ഈ ഉച്ചകോടിക്കിടെ നമ്മൾ കാണുന്നത്. ഓക്കെ ശ്രീകാന്ത്.
റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭാരത സന്ദർശനം തുടരുകയാണ്. ഹൈദരാബാദ് ഹൗസിൽ മോദിയും പുടിനുമായുള്ള വളരെ നിർണായകമായിട്ടുള്ള ചർച്ച ഇപ്പോഴും പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം ഇരു നേതാക്കളും സംയുക്ത പ്രസ്താവന നടത്തും. ആ ഘട്ടത്തിൽ ഇതേ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം.